നമസ്കാരം. ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാൾ. ശിവഭക്തർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായതും ധനുമാസത്തിലെ തിരുവാതിരയിലാണ് എന്നാണ് വിശ്വാസം. മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ വിഘ്നം വരുത്തിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു ലഭിക്കുവാൻ അദ്ദേഹത്തിന്റെ പത്നി ഉപവാസമെടുത്ത ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട്. ദീർഘമംഗല്യ ഭാഗ്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി ഈ ദിനം സ്ത്രീകൾ തിരുവാതിര വ്രതം നോൽക്കാറുണ്ട്. വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര. ഈ വ്രതം എടുക്കുന്ന സുമംഗലിമാർക്ക് ദീർഘമംഗല്യഭാഗ്യവും അവരുടെ സന്താനങ്ങൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ ഭർത്താവിനെ ലഭിക്കും എന്നാണ് വിശ്വാസം. നാളത്തെ ദിവസം ചില തെറ്റുകൾ ചെയ്യുന്നത് അതീവ ദോഷകരമാണ്. വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കം ഒഴിക്കണമെന്ന് വിശ്വാസമുണ്ട്. അതിനാൽ ആ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചുടുകയും എട്ടടങ്ങാടി ഭക്ഷിക്കുകയും തുടിച്ച് കുളിക്കുകയും ചെയ്യുന്നതാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ പാതിരാത്രി പാതിരാപ്പൂ ചുടുക. പൂജാമുറിയിൽ ഭഗവാനും ദേവിക്കും സമർപ്പിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഇനി പറയുന്ന പൂക്കൾ എല്ലാം ഇല്ലെങ്കിലും സാധിക്കുന്നവർ നിങ്ങൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും മുല്ല സമർപ്പിക്കുക. ദശപുഷ്പത്തിലെ ഓരോ പൂവ് ചൂടുന്നതിനും ഓരോ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. ആദ്യത്തേതായ പുഷ്പം കയ്യോനിയാണ്. രണ്ടാമത്തേത് മുക്കുറ്റിയും, മൂന്നാമത്തേത് കൃഷ്ണകാന്തിയും, നാലാമത്തേത് തിരുതാളിയുമാണ്. കൂടാതെ കറുക, പൂവാങ്കുരുനില, മുയൽ ചെവിയൻ, ഉഴിഞ്ഞ, കൂടാതെ ചെറുള എന്നിവയും വരുന്നതാണ്. കൂടാതെ നിലപ്പനയും കൂടി പുഷ്പമായുണ്ട്. അതിനാൽ ഈ പുഷ്പങ്ങൾ എല്ലാം തന്നെ ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ തലയിൽ ചൂടുന്നത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കുന്നതാണ്. നാളെ ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് അതീവ ശുഭകരമായ ഫലം നൽകുന്നു എന്നതാണ് വാസ്തവം. ഇനി ഒന്നും പ്രത്യേകിച്ചും ലഭിക്കാത്തവരാണ് എങ്കിൽ മുല്ലപ്പൂവാണ് എങ്കിലും ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക. നാളെ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇളനീർ സമർപ്പിക്കുക എന്ന കാര്യം. ഭഗവാന് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ചാണ് എങ്കിലും സമർപ്പിക്കാവുന്നതാണ്. രാത്രി ഓം ഹ്രീം നമശിവായ എന്ന നാമം ഉരുവിടുന്നത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. അനാവശ്യമായ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കടന്നു വരാൻ പാടുള്ളതല്ല. മനസ്സിലേക്ക് കടന്നു വരുന്നത് അതീവ ദോഷകരമായി ഭവിക്കും. അതിനാൽ ഇത്തരം ചിന്തകൾ ആരംഭിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാനെയും ദേവിയെയും ധ്യാനിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നാളെ വെളുപ്പിന് ഇളനീർജലം കുടിക്കണം എന്ന കാര്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടാതെ താലിയിൽ നാളെ ദേവിക്ക് സമർപ്പിച്ച മഞ്ഞൾ കുങ്കുമത്തിലകം മറക്കാതെ ചാർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കാം. പലവിധ തർക്കങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സൗഭാഗ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും ദീർഘ സുമംഗലി യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ വിശേഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് സർവ്വ ഐശ്വര്യപ്രദം. കൂടാതെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഞായറാഴ്ച ദിവസം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്
നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമായി തീരുവാൻ സഹായകരമായി തീരും. തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ഉത്തമ പങ്കാളിയെ ലഭിക്കാനായി ഇപ്രകാരം വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പുരുഷന്മാരാണ് എങ്കിൽ കുടുംബ ജീവിത സൗഖ്യത്തിനായി ഇപ്രകാരം എടുക്കാം. വിധവകളാണ് എങ്കിൽ ശിവപ്രീതിക്കായി ഭഗവാന്റെ പിറന്നാൾ ദിവസം ഇപ്രകാരം എടുക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഏവരും നാളെ വ്രതം അനുഷ്ഠിക്കുവാൻ. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് നിറയുന്നതാകുന്നു. നാളെ രാവിലെ കുളിച്ച് ശുദ്ധിയായി പരമശിവനെ നിങ്ങൾ ഭജിക്കുക. എന്നാൽ വ്രതം മുറിക്കേണ്ടത് 10:39 ശേഷമായിരിക്കണം. അപ്പോഴാണ് തിരുവാതിര നക്ഷത്രം കഴിയുന്നത്. ഫലങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത്തിനും പങ്കാളികൾക്കിടയിലെ കലഹം ഇല്ലാതാക്കുന്നതിനും ദീർഘ മംഗല്യ ഭാഗ്യത്തിനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും നല്ല വരനെ ഭർത്താവായി ലഭിക്കാനും സന്താന ഭാഗ്യത്തിനും അടക്കം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളും അകറ്റുവാനും കുടുംബസൗഖ്യം കൈവരിക്കുവാനും തിരുവാതിര വ്രതം എടുക്കാവുന്നതാണ്. ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, ഉമാമഹേശ്വര പൂജ, സ്വയംവര പൂജ, മറ്റ് വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുമുണ്ട്. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ഇത്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ നാളത്തെ ദിവസം ഒരിക്കലും കലഹിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നു ചേരുന്നതിനോ അല്ലെങ്കിൽ മനസമാധാനം തന്നെ നഷ്ടപ്പെടുന്നതിനോ കാരണമായി തീരാം. തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ പോലും നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും. കൂടാതെ 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ ആരാധിക്കുകയും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രമാണ് എങ്കിലും ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. വീടുകളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ചിലർക്ക് ക്ഷേത്രങ്ങളിൽ പോകുവാൻ സാധിക്കണം എന്നില്ല. വിദേശത്തായതിനാലോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ആകാം. ഇപ്രകാരം പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിളക്ക് തെളിയിച്ച് ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ്. ഈ സമയം ഭഗവാന് കരിക്ക് കൂടി സമർപ്പിക്കുക. അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ഇന്നേ ദിവസം കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം.